ഓപ്പൺ സ്ലഗ്സിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. പൊന്നോ, നമ്മളവിടെ വന്നിട്ടുള്ളേ നമ്മള് തോട്ടടയിൽ ഒരു ബീച്ച് ഉണ്ടെന്നും പറഞ്ഞ് വന്നതാണ്. ബീച്ച് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം. നമ്മള് വണ്ടി അവിടെ വെച്ചിട്ട് കുറെ സമയം നടക്കും. അപ്പം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ ബദാമിന്റെ മരമെല്ലാം കണ്ട് ഇങ്ങനെ പോവാക്ക, നല്ല കാറ്റൊക്കെ ആസ്വദിച്ചിട്ട്. ഓക്കെ. അപ്പം കടല് കാണുന്നുണ്ട്. അപ്പം ബീച്ച് ഉണ്ടെന്നുള്ളത് ഉറപ്പായില്ലേ? അപ്പൊ ബീച്ച് ഉണ്ടെന്ന് നമുക്ക് എന്തായാലും ഉറപ്പായിട്ടോ. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോവാം. നമുക്ക് താഴോട്ട് റോഡിൽ നിന്ന് താഴോട്ട് ഇറങ്ങി പോകാനുള്ള ഓപ്ഷൻ. പക്ഷെ നമ്മള് നേരായ റൂട്ടിലോട്ട് അങ്ങ് പോന്നു. ഇതില് ഇറങ്ങാനൊന്നും നിക്കണ്ട കേട്ടോ, അത് അപകടം വരുത്തി വെക്കും. ഓക്കെ. അപ്പൊ നമുക്ക് ശരിക്കുമുള്ള ബീച്ചിന്റെ മുമ്പത്തെ ഭാഗമൊക്കെ നമുക്ക് കാണാം കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ പോകുന്ന വഴി. എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ ഇങ്ങനെ ഒരു ബീച്ച് ഇവിടെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ വെറുതെ എന്നിട്ട് ലൊക്കേഷൻ ഇട്ട് നോക്കിയതോ ഉണ്ടോ എന്ന് നോക്കുമ്പോൾ അതിൻ്റെ ഇതിലേക്ക് ഇങ്ങനെ എത്തി വരുന്നുണ്ട്. ഞാൻ വിചാരിച്ചു ഗൂഗിൾ അമ്മച്ചി ചതിക്കുമായിരിക്കുമെന്ന്. ചതിക്കുമായിരിക്കുമെന്ന്. തെറ്റുകുറ്റങ്ങൾ ഉണ്ടാകും, അത് നിങ്ങൾ ക്ഷമിക്കണേ. അതെന്താണെന്ന് അറിയത്തില്ല, നാക്ക് വല്ലാണ്ട് കുഴഞ്ഞു പോകുന്നു. അപ്പം നമ്മൾ മെല്ലെ ഇങ്ങനെ നടക്കുന്നുണ്ട്. കുറച്ച് നടന്നു വരാനുണ്ട്. വണ്ടി നമ്മൾ അങ്ങോട്ടാണ് കൊണ്ടിട്ടത്. വണ്ടി നമ്മൾ പാർക്ക് ചെയ്തിട്ട് നടന്നു വരാൻ കേട്ടോ. നമ്മൾ വിചാരിച്ചത് വണ്ടിയൊന്നും ഇങ്ങോട്ട് വരില്ല എന്നായിരുന്നു. വണ്ടി വരും, പക്ഷെ റോഡൊന്നും അത്ര നല്ലതൊന്നുമല്ല. പൊട്ടിപ്പൊളിഞ്ഞൊക്കെ കിടക്കുന്ന റോഡാണ്. അതെ, ഏത് മുക്കിലും മൂലയിലും പോയാൽ ഇതുപോലെയുള്ള റോഡുകളൊക്കെ കാണാനുള്ളൂ. ഓക്കെ. എത്ര നീറ്റാക്കി ഇട്ട് കഴിഞ്ഞാലും ഇതുപോലെ തല്ലിപ്പൊളിഞ്ഞ റോഡൊക്കെ എല്ലാ സ്ഥലത്തും ഉണ്ടാവും. ഇതാണ് കേട്ടോ റോഡ്. കുലുങ്ങി നിറച്ചും കാടുകളാണ് കേട്ടോ. ഉണ്ടോ വേസ്റ്റ് ഫുള്ള് കാടാ. ഒരു വശം ഫുള്ള് കാട്. അതായത് കടലിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗമൊക്കെ കാടായിട്ടാണ്. ഇപ്പുറത്തൊക്കെ വീടുണ്ട് കേട്ടോ. ഇപ്പുറത്തൊക്കെ വീടുണ്ട്. ഇറങ്ങി പോകുമ്പോൾ ചെറിയൊരു ശ്വാസമുട്ടലൊക്കെ ഉണ്ടാവും. അതെ, നടക്കുന്നതിൻ്റെ കിതപ്പുണ്ട്. കാര്യാക്കണ്ട, എന്നാലും നടന്നങ്ങ് പോവുക. ഇത് എവിടെ എത്തുക? എപ്പോഴും നമ്മൾ വണ്ടി വേണമെന്നൊന്നും പറയാൻ പാടില്ലല്ലോ. അതന്നെ റോഡിന്റെ അവസ്ഥ നോക്കിയാൽ നിങ്ങൾ കണ്ടോ. ഇതാണ് മോശമാട്ടോ. ഇപ്പൊ നമ്മൾ വണ്ടിയിൽ വന്നതിനാല് കുലുങ്ങി ഇരിക്കാനും കഴിയില്ല, കിടക്കാനും കഴിയില്ല, ഒന്നും കഴിയില്ല. വളരെ മോശം. ഈ ഒരു മരം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. ഇതെന്തിൻ്റെ മരം എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ എനിക്കത് ഇട്ടാണെങ്കിൽ ഒന്ന് പറിച്ചു നോക്കണം. ഒരു കാർ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അവരെങ്ങനെയോ വന്നു, പക്ഷെ നമുക്കങ്ങനെ വരാൻ കഴിയില്ലല്ലോ. ഇത് എവിടെയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കിട്ടും നോക്കട്ടെ. ഗൈസ്, ഇതാണ് സംഭവം. തൊട്ടപ്പോൾ ഇഷ്ടമായില്ല, പക്ഷെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് അവിടെ നിന്ന് കുളിക്കുന്നുണ്ട്, കളിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. അപ്പം ആൾക്കാർ കുറവാണെന്ന് തോന്നുന്നു. ഹോം സ്റ്റേ ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഇത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അതെ, ഹോം സ്റ്റേ തോട്ടട. നമ്മൾ ആദ്യമായിട്ട് കാണുന്ന അവിടെ അല്ലേ? അതെ, ബീച്ച് ഇവിടെ ഉണ്ടെന്നുള്ളത് ആദ്യമായിട്ട്. നമ്മൾ തോട്ടടയിൽ വന്നിട്ടുണ്ടെങ്കിലും ബീച്ച് ഉണ്ടെന്ന് അറിയുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. നമുക്ക് ആകെ അറിയുന്ന ബീച്ചാണ് മുഴപ്പിലങ്ങാട് ബീച്ച്, പിന്നെ പയ്യാമ്പലം, പിന്നെ മീൻകുന്ന് ബീച്ച്, അങ്ങനെയൊക്കെയുള്ള ഇത് ഉണ്ടോ. നമുക്ക് ഇവിടുന്ന് പാർക്കൊക്കെ ചെയ്യാട്ടോ. അപ്പോൾ ഇതിലൂട്ടിയാണ് ഇതിലൂട്ടിയാണ് വഴിന്ന്. കുറച്ചേ ഉള്ളൂ എന്നാണ്ടോ ഈ സ്ഥലം. അയ്യോ, അങ്ങനെ നമ്മൾ കല്ല് കയറുന്ന രൂപമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കയറാൻ പറ്റണില്ല കേട്ടോ. കല്ലേ കൂടെ ഇറങ്ങി നമ്മൾ താഴെ പോണം പൂഴിക്കകത്തോട്ട്. അപ്പൊ നമ്മൾ ഇറങ്ങിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതേ ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ ഇറങ്ങുന്നത്. കല്ലിൻ്റെ മുകളിലോട്ടൊക്കെ നമ്മൾ പോയിട്ട് ഇങ്ങനെ നമ്മൾ ചാക്കിൽ പൂഴിയും ചോട്ടി അങ്ങനെ നമ്മൾ വന്നിരിക്കുകയാണ്. നല്ല വിശാലമായ സ്ഥലം. മുഴപ്പിലങ്ങാട് ബീച്ച് എങ്ങനെയാണുള്ളത് അതേപോലെ തന്നെ ഉണ്ട് കേട്ടോ. പക്ഷെ ഇവിടെ ഡ്രൈവിംഗ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലേ. പൂഴിയൊക്കെ അവിടെ എവിടെയും കയറിയിട്ട് ആകെ നാശകോശാവും. പിന്നെ നീ എന്താർത്ഥത്തിലാണ് പറഞ്ഞ മുഴപ്പിലങ്ങാട് ബീച്ച് പോലെയുണ്ടെന്ന്? മുഴപ്പിലങ്ങാട് ബീച്ചിൽ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ടല്ലോ ഇപ്പം. പുതിയ എന്തൊക്കെ ഐറ്റംസ് അവിടെ ആക്കിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. നമ്മൾ കണ്ടില്ല, ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഡ്രൈവിംഗ് ബീച്ചും കൂടി ആയതുകൊണ്ട് അതിനുള്ള സംവിധാനവും ഉണ്ട്. അതുപോലെയല്ല ഇവിടെ. ഇവിടെയെന്ന് പറഞ്ഞാൽ പിന്നെ അത്യാവശ്യം കുളിക്കാനും
പിന്നെ എല്ലാവരും കൂടെ കൂട്ടായിട്ടൊന്നും വന്ന് നിന്നിട്ടുള്ള ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. അങ്ങനെയുള്ള ഒരു ഇതേ ഉള്ളൂ. അവര് അവിടെ നിന്ന് കുളിക്കാണ് ഉണ്ടോ. അപ്പം നമ്മൾ നടന്ന് ബീച്ചിൻ്റെ അടുത്തെത്തി, കടലിൻ്റെ അടുത്തെത്തി. നമ്മൾ ഇതൊക്കെ കുറച്ച് കണ്ട് ആസ്വദിച്ച് നമ്മൾ മടങ്ങും കേട്ടോ. എത്രയും പെട്ടെന്ന് മടങ്ങും, കാരണം സമയം ഇത്രയായി. അപ്പം ഇവിടുന്ന് കളിച്ചിട്ടൊക്കെ പോട്ടെ. ഇത് തലശ്ശേരിയിൽ നിന്ന് വരുമ്പോൾ പിന്നെ തോട്ടട വഴി വന്ന് കുറുവ റോഡ് അങ്ങനെ ഇറങ്ങിയിട്ട് വേണം കേട്ടോ വരാൻ. അതായത് അങ്ങനെ പിന്നെ കണ്ണൂരിൽ നിന്ന് വരുമ്പോൾ നമുക്ക് ഗവൺമെൻറ് ആശുപത്രി വഴി കുറുവയ്ക്ക് വന്ന് ആദികടലായി വഴി വേണം കേട്ടോ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ, ചെറിയൊരു വീഡിയോ കേട്ടോ, ഒരു രസത്തിന് വേണ്ടിയിട്ട് എടുത്ത. ബീച്ച് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് എടുത്തു, അത്ര തന്നെ. അപ്പോൾ ഇതൊരു കുഞ്ഞു വീഡിയോ ആണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് എന്ത് കൂടി അടിക്കാൻ മറക്കരുത്. ഓൾ എന്ന ഓപ്ഷനും കൂടി അടിക്കാൻ മറക്കരുത്. ഓക്കെ, അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.